ഹായ് ഗൈസ്, നോബഡി മൂവി കണ്ടു. ഡയറക്ടഡ് ബൈ നിസാം ബഷീർ. ഈ സ്റ്റോറിയിലേക്കും ബാക്കി കാര്യങ്ങളിലേക്കും കടക്കുന്നതിന് മുമ്പേ ആദ്യം എനിക്ക് പറയാനുള്ളത് മിസ്റ്റർ നിഷാം ബ്രോ എജ്ജാതി മേക്കിംഗ് ആണിത്. അതായത് ഈ സിനിമ കുറെ കാര്യങ്ങളുടെ മ്യൂസിക് ആയിക്കോട്ടെ, എഡിറ്റിംഗ് ആയിക്കോട്ടെ, അത്തരം അതിന്റെയൊക്കെ ഗിമ്മിക്സുകളുടെ ഒരു കമ്പൈൻ ആണ്, അല്ലെങ്കിൽ ഒരു കൊളാബ് ആണെന്നൊക്കെ പറയാം. അതൊക്കെ വെൽ പ്രിപ്പയർഡ് ആയിട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ. ഇതെല്ലാം കൂടി ചേർത്തതാണ് ഈ ഐ നോബഡി എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. എന്ത് ഭംഗിയായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഓരോ ഫ്രെയിംസ് ആയിക്കോട്ടെ, ഫ്രെയിം ബൈ ഫ്രെയിം ഓരോന്നായിക്കോട്ടെ, സിനിമ തുടങ്ങുന്നത് മുതൽക്ക് അവസാനം വരെയും അവർ കീപ്പ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമുണ്ട്. എവിടെയും അത് പോണില്ല. ആ ഒരു സാധനം നമുക്ക് കിട്ടിയിട്ടുള്ള ആ വാവ് ഫാക്ടർ എവിടെയും പോണില്ല. അത് ത്രൂ ഔട്ട് ആ സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെ ഉണ്ട്. അതിനാദ്യം ഡയറക്ടർക്കാണ് ഒരു ഷൗട്ട് ഔട്ട് കൊടുക്കേണ്ടത്. ഇജാതി മേക്കിംഗ്, അത് പറയാതിരിക്കാൻ വയ്യ. ഇനി എടുത്തു പറയുകയാണെങ്കിൽ ആദ്യം ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഫൈറ്റ് കൊറിയോഗ്രാഫി, എഡിറ്റിംഗ്, സിനിമാറ്റോഗ്രാഫി, ഡയറക്ഷൻ, BGM. ഈ 5 കാര്യങ്ങളുണ്ടല്ലോ. ഈ 5 കാര്യങ്ങള് ഒരു സിനിമയുടെ കോറാണത്. അറിയാലോ. പിന്നെ BGMന്റെ കാര്യമൊക്കെ ജെയ്ക്സ് ബിജോയ് ആണ്. അതൊക്കെ പുള്ളി കത്തിക്കണ നമുക്ക് അറിയാം. പിന്നെ എനിക്ക് പറയാനുള്ളത് അതൊന്നും പിന്നെ എക്സ്ട്രാ പറയണ്ട. പിന്നെ എനിക്ക് പറയാനുള്ളത് സിനിമാറ്റോഗ്രാഫി, അതുപോലെ എഡിറ്റിംഗ്. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻസിന്റെ ഒരു കളി തന്നെയാണ് ഈ സിനിമ. കുറെ അധികം ട്രാൻസിഷൻസ്, ആ ക്യാമറ മൂവ്മെന്റും എഡിറ്റിങ്ങും ആ ട്രാൻസിഷനും കൂടിയും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പരിപാടി. രണ്ടും കറക്റ്റ് ആയിട്ട്, ഈ ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക എന്നൊക്കെ പറയില്ലേ ഫുഡിൽ, അതുപോലെ കറക്റ്റ് ആയിട്ട് കമ്പൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം. ഭയങ്കര ട്രാൻസിഷന്റെ അയ്യര് കളി എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണ് ഈ സിനിമ മൊത്തം. അത് നമുക്ക് ബോറടിപ്പിക്കൊന്നുമില്ല കേട്ടോ. നമുക്ക് അറിയുപോലുമില്ല. ഭയങ്കര സ്മൂത്ത് ട്രാൻസിഷൻസ് ആണ് ഫുള്ള്. അതിൽ ക്യാമറയൊക്കെ ആണെങ്കിൽ ഇത് എടുത്തു പറയണം. എഡിറ്റർ എന്ന് പറയുന്നത് എഡിറ്റർ റമീസ് എം ബി എന്ന് പറഞ്ഞ ആളാണ് ഇതിന്റെ എഡിറ്റർ ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ സിനിമാറ്റോഗ്രാഫർ ദിനേശ് പുരുഷോത്തമൻ. പിന്നെ കമ്പോസേഴ്സ് ജെയ്ക്സ് ബിജോയ് ആണ്. അതാ ജെയ്ക്സ് ബിജോയ് കത്തിക്കൽ പറയണ്ടല്ലോ. പിന്നെ ഇതിന്റെ ഫൈറ്റ് വരുന്നത് സൗണ്ട് ഡിസൈനർ നിക്സോൺ ജോർജ്, അടിപൊളിയായിരുന്നു. കുറെ മിക്സിംഗ് ഉണ്ട്. ഇതിൽ പ്രധാനമായിട്ട് പറയേണ്ട കാര്യം, ഇതൊരു സൈലന്റ് ബേസിൽ പറഞ്ഞു പോകുന്ന ഒരു മൂവിയാണ്. ഭയങ്കര സൈലന്റ് ആണ്. ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ പേര് പറയുമ്പോൾ തന്നെ ഒരു നോബഡി, ആ ഒരു നോബഡി, ആർക്കും അറിയാത്ത ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഒരു അലിഗേഷൻ വരുന്നു. ആ അലിഗേഷൻ അയാൾക്ക് ഉണ്ടാക്കുന്ന സ്ട്രെസ്, അതിൽ നിന്നും അയാൾ പുറത്തു കിടക്കാൻ അയാൾ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ, ആ ഒരു കാര്യമാണ് ഇതില്. അത് മാത്രമാണ് ഇതില്. അതുകൊണ്ട് തന്നെ ഭയങ്കര സ്ലോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇതിലൂടെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അയാളുടെ ആ മാനസികാവസ്ഥയൊക്കെ കാണിക്കുന്ന രീതിയിൽ അത് ചിലൊരു ലാഗാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും കേട്ടോ ചിലപ്പോ. പക്ഷെ ഒരിക്കലും അത് ലാഗ് അല്ല എന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ. കാരണം ഈ സിനിമയ്ക്ക് അത് ആവശ്യമാണ്. അതൊരിക്കലും ലാഗ് അല്ല. പിന്നെ ലാഗ് അടുപ്പിച്ച് അങ്ങനെ ഇരിക്കാൻ ഒരു തോന്നിപ്പിക്കുന്ന രീതിയൊന്നും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ സ്മൂത്ത് ആയിട്ടുള്ള ഓരോ ട്രാൻസിഷൻസ് ആയിക്കോട്ടെ, BGM ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മളെ അവിടെ എൻഗേജിങ് ആയിട്ട് തന്നെ ഇരുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഈ മൂവിയുടെ അല്ലെങ്കിൽ ഡയറക്ടറുടെ വലിയൊരു കഴിവാണ്. ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ആ ലാഗ് വരാത്ത രീതിയിൽ. കാരണം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ഭയങ്കര രീതിയിൽ ബോറടിച്ച് ഉറക്കം വരെ, തിയേറ്ററിൽ കടന്ന് ഉറങ്ങാൻ വരെ പറ്റുന്ന ഒരു സിനിമയാണ്. പക്ഷെ അതിലേക്കൊന്നും പോവാതെ എന്ത് ഭംഗിയായിട്ടാണ് അവർ എടുത്തു വെച്ചിരിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ വരുന്നത് ഞാനിപ്പോ ആക്ഷൻ കൊറിയോഗ്രാഫർ അമിത് ജോളി ബാസ്റ്റിൻ. പുള്ളി എന്റെ മോനെ, ഇതില് അധികം പറയാനുള്ള കുറെ ഫൈറ്റ് ഒന്നുമില്ല. ഉള്ളത് 2-3 4 മറ്റാണ് ഒരു ഫൈറ്റ് ആയിട്ടുള്ളത്. ആ സംഭവങ്ങള്, അതും ഒരു ലൊക്കേഷനിൽ വരുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ലിഫ്റ്റിന്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഓരോ ഫൈറ്റ്, ഈ 1 vs 100 അങ്ങനെയൊക്കെ പറയില്ലേ, ആ ഒരു കൈൻഡ് ഓഫ് സാധനം. ഇവിടെ ഒരാൾ മാത്രം, അല്ലെങ്കിൽ പൃഥ്വിരാജ് മാത്രം, ഓപ്പോസിറ്റ് കുറെ ആൾക്കാര് ഈ ലിഫ്റ്റിന്റെ ഉള്ളിലൊക്കെ വെച്ചിട്ടുള്ള, അപ്പോഴൊക്കെയും ഈ വരുന്ന കുറെ ക്യാമറ മൂവ്മെന്റ്സ് ആയിക്കോട്ടെ, ട്രാൻസിഷൻസ് ആയിക്കോട്ടെ, ആ ഫൈറ്റ് വല്ല ലിഫ്റ്റിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന വല്ല മൈദയൊക്കെ കുഴക്കും പോലത്തെ ഒരു ഫൈറ്റ് ആണ്. അത് രാജുവിന്റെ എഫേർട്ട് ഉണ്ട് കേട്ടോ. അത് ഞാൻ ഇതൊന്നും രാജുവിന്റെ എഫേർട്ട്, അതുപോലെ ജെയ്ക്സ് ബിജോയുടെ ഒന്നും എടുത്തു പറയാത്തതിന്റെ കാരണം അവരൊക്കെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അവരെയൊക്കെ കൂടുതലായിട്ട് പറയാൻ നിൽക്കാനില്ല. കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞു വെച്ചതാണ്. അതിന്റെ മൂളിക്കാണ് അവർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞോളൂ. രാജുവിന്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. അതുപോലെ പാർവതി തിരുവോത്തുണ്ട്. അതുപോലെ 2 കുട്ടികളുണ്ട് അഭിനയിച്ചത്. നല്ല ആക്ടിംഗ് ആണ് അവരുടെ. പിന്നെ കോമഡി അങ്ങനെ വലിയ സംഭവമല്ല. അവിടെ ചെറിയ ചെറിയ നർമ്മങ്ങൾ എന്നൊക്കെ പറയില്ല, അതുപോലത്തെ കുറച്ച് സാധനങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് സാധനങ്ങളുണ്ട്. നല്ല സിനിമ മൊത്തം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു മൂവിയായി. ഞാൻ എത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ പോയൊരു മൂവിയും കൂടിയാണ്. എന്തോ മിസ്റ്ററി ആണെന്ന് മാത്രം മനസ്സിൽ വിചാരിച്ച് അങ്ങനെ പോയി. മിസ്റ്ററിക്ക് മുകളിൽ ആ ലെവലിൽ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ എനിക്കത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കിട്ടി.
പിന്നെ ഇതിൽ വെച്ചിട്ടുള്ള ഓരോ ഫ്രെയിംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോരോ ഫ്രെയിംസ് ഉണ്ട്, അതൊക്കെ എത്ര ഭംഗിയാണ്. അതുപോലെ ലൈറ്റിങ്, ക്യാമറ പറയുമ്പോൾ ഒബ്വിയസ്ലി ആ ലൈറ്റിങ് അറിയാലോ. ഓരോ വെച്ചിരിക്കുന്ന ഓരോ ലൈറ്റിങ്ങും ഓരോ ഫ്രെയിംസും, ഒരു സ്റ്റേഷനിലൊക്കെ ഇരിക്കുന്ന അല്ലെങ്കിൽ ബാങ്കിലൊക്കെ പൃഥ്വിരാജ് ഇരിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്, ഷോട്ടൊക്കെ ഉണ്ട്. അതിലൊക്കെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും അതുപോലെ ആ പൃഥ്വിരാജിന്റെ ഡ്രസ്സും ഒക്കെ ആ മെർജ് ചെയ്തിരിക്കുന്ന കളേഴ്സ് ആയിക്കോട്ടെ, ആ ലൈറ്റിംഗ് ആയിക്കോട്ടെ, എജ്ജാതി. അതുപോലെ എന്റെ ഫ്രണ്ട് പറയാൻ പറഞ്ഞതാ കിൻഡൽ അടിയാണെന്ന്. സത്യം, അവിടെ അടിക്കുന്ന അടിയൊക്കെ ഭയങ്കര കിൻഡലാണ്. ഈ രാജുവേട്ടൻ ഒറ്റയ്ക്ക് നിന്നിട്ടൊക്കെയാണ് ഓരോരുത്തർ അടിക്കുക, പക്ഷെ അത് അടിക്കണം നമുക്ക് കൊള്ളും. ആ ലെവലില് പുള്ളുടെ അറിയാലോ, പുള്ളുടെ കൈയിന്റെ വണ്ണം തന്നെ അറിയാലോ, ബൈസെപ്സ്. ഇനി ഖലീഫയ്ക്കാ വെയിറ്റിംഗ്, ആ ബോഡിയൊക്കെ ഒന്ന് കാണണം ശരിക്കും. അപ്പോ അജാദി ലെവൽ സാധനമായിരുന്നു. പിന്നെ ഇതില് നെഗറ്റീവായിട്ടൊന്നും ഇല്ല. പിന്നെ അവസാനത്തേക്ക് ഏറ്റവും ലാസ്റ്റ് ക്ലൈമാക്സിക്ക് വന്നപ്പോ കുറച്ച് നന്മ ഇത്തിരി കൂടിപ്പോയോ എന്ന് തോന്നി. ആ ഒരു സംഭവം മാത്രം, ചെറിയൊരു സീനുണ്ട്, ആ ഒരു പോർഷൻ മാത്രം അതൊന്ന് ഒഴിവാക്കിയാൽ മതിയായിരുന്നു തോന്നി. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അതും കൂടി ചോദിച്ചാൽ ബാക്കി, അല്ലാതെ അതൊരു ബോധർ ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ഓക്കെ, അത് അങ്ങനെ പോകും. അപ്പൊ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. കൂടുതൽ എക്സ്പെക്ടേഷൻ ഒന്നും വെക്കേണ്ട, അല്ലാതെ പോയി കണ്ടു നോക്കുക, ഫാമിലി ആയിട്ട് പോയി നോക്കുക. ഓക്കെ, കണ്ടിട്ട് അഭിപ്രായം പറയൂ. ഓക്കെ, ബൈ.